ഹായ് ഓൾ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 1ാം ക്ലാസ്സിലെ 4ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ദി ടീം റെയിൻ എന്നുള്ള ടോപ്പിക്കാണ്. ദി ടീം റെയിൻ. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ഫ്രണ്ട്സിനെ കാണാം അല്ലേ? അവർ കൈ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. ആ ഫ്രണ്ട്സ് അതിൽ അങ്ങനെ കൈയൊക്കെ വിട്ടിട്ട് അവർ പിന്നെ കളിക്കാൻ പോയി. അവരൊരു ഗ്രൗണ്ടിൽ കളിക്കാൻ പോയി. ആ ഗ്രൗണ്ടിൽ മരവും അതുപോലെ തന്നെ കുറേ ചെടികളൊക്കെ ഉണ്ട്. അവരതിൻ്റെ ഇടയിൽ കളിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റിൽ ഉള്ള മോളാണ് ആര്? റിത്തു. അപ്പോൾ റിത്തു പറയാണ് ഐ ആം റിത്തു. അപ്പോൾ അടുത്ത കുട്ടി പറയാണ് എന്ത്? ആമി ഈസ് ഹിയർ. ആമി ഇവിടെ ഉണ്ട്. ഹലോ, ഹിയർ ഈസ് ഇമ. ഹലോ, ഹിമ ഇവിടെയുണ്ട്. അടുത്തതാണ് ഹായ്, ഐ ആം നിലു. ഹലോ, ഞാൻ ആരാണ്? നിലു ആണ് എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എങ്ങനെ പറയാം? നിങ്ങളെ പേരെന്താന്ന് വെച്ചാൽ നിങ്ങളും പറയാം ഐ ആം റിത്തു എന്നുള്ളതിന് പകരം നിങ്ങളെന്ത് പറയുക? ഞാൻ റിത്തു ആണ് എന്നാണ് പറയുന്നത്. അതിന് പകരം നിങ്ങളെന്ത് പറയുക? ഐ ആം, ഇപ്പോൾ നിങ്ങളെ പേരെന്താണ്? ചിന്നുന്നോ ഐ ആം മാളൂന്നോ ഐ ആം എന്താണോ നിങ്ങളെ പേര് അത് നിങ്ങൾ പറയാം. അപ്പം ഐ ആം റിത്തു, ഞാൻ റിത്തു ആണ്. അപ്പം നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. ഐ ആം, നിങ്ങൾ ആരാണ്? ഐ ആം പൊന്നൂന്നോ ഐ ആം മാളൂന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളെ പേരെന്താണോ അത് നിങ്ങൾ പറയാം. ഐ ആം പൊന്നു, ഐ ആം ചിന്നു, ഐ ആം അപ്പു, അങ്ങനെയൊക്കെ പറയാം. ഇനി അടുത്തത് ആമി ഈസ് ഹിയർ. ആമി ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ആമി ഈസ് ഹിയർ. അപ്പം നിങ്ങൾ പറയുക ചിന്നു ഈസ് ഹിയർ, അല്ലെങ്കിൽ ഉണ്ണി ഈസ് ഹിയർ. ഹലോ, ഹിയർ ഈസ് ഇമ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ പറയാം? നിങ്ങളെ പേര് പറയാം. ഹലോ, ഹിയർ ഈസ് ചിന്നു. അടുത്തത് ഹായ്, ഐ ആം നിലു. ഹായ്, ഐ ആം ചിന്നു. അപ്പോൾ നിങ്ങളെ പേരെന്താണോ അത് നിങ്ങൾ പറഞ്ഞു നോക്കുക. അപ്പോൾ ഇവിടെ ഉള്ള എല്ലാവരും അവരുടെ പേര് പറഞ്ഞു. ഇവിടെ ഉള്ളവരുടെ പേരാണെന്ത്? റിത്തു, ആമി, ഇമ, നിലു, ഇതൊക്കെയാണ് ഇവരുടെ പേര്. ആർ ദേ ഫ്രണ്ട്സ്? ഇവർ ഫ്രണ്ട്സ് അല്ലേ എന്നാണ് ചോദിക്കുന്നത്. അതെ, ഇവർ ഫ്രണ്ട്സ് ആണ് അല്ലേ? അതെ. ഇനി അടുത്തത് നിങ്ങൾ കണ്ടോ, ഇവരിങ്ങനെ കൈ പിടിച്ചിട്ട് അവർ കളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പം റിത്തു, ഇമ, ആമി ആൻഡ് നിലു ആർ ഫ്രണ്ട്സ്. റിത്തുവും നിലു, ആമി ഇവരൊക്കെ ആരാണ്? റിത്തു, ഇമ, ആമി, നിലു ഒക്കെ ഫ്രണ്ട്സാണ്. റിത്തു, ഇമ, ആമി ആൻഡ് നിലു ആർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ റിത്തു, ഇമ, ആമി, നിലു ഫ്രണ്ട്സാണ് എന്നാണ് പറയുന്നത്. അപ്പം ഇപ്പം നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാം? ചിന്നു, പൊന്നു, അപ്പു ആൻഡ് ഉണ്ണി ആർ ഫ്രണ്ട്സ് എന്ന് നമുക്ക് പറയാം അല്ലേ? അപ്പോൾ ഇവർ പറയാണ്, ഇവിടെ പറയാണ് റിത്തു, ഇമ, ആമി ആൻഡ് നിലു ആർ ഫ്രണ്ട്സ്. ഇവർ സുഹൃത്തുക്കളാണ്. ദേ വാക്ക് ടുഗദർ. വാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നടക്കും എന്നാണ്. അപ്പം ദേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ എന്താ ദേ എന്ന് ഉപയോഗിച്ചത്? ഇവിടെ കുറേ ആൾക്കാരുണ്ട് അല്ലേ? അപ്പോൾ എത്ര പേരുണ്ട്? 1 2 3 4 4 പേരുണ്ട്. അപ്പോൾ 4 പേരുള്ളതുകൊണ്ടാണ് ഇവിടെ ദേ എന്ന് ഉപയോഗിച്ചത്. ദേ എന്ന് പറഞ്ഞാൽ അവർ. വാക്ക് എന്ന് പറഞ്ഞാൽ നടക്കുന്നു. ടുഗദർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരുമിച്ച്. അപ്പോൾ അവർ ഒരുമിച്ച് നടക്കും. അതുപോലെ തന്നെ ദേ പ്ലേ ടുഗദർ. അവർ ഒരുമിച്ച് കളിക്കും. പ്ലേ എന്ന് പറഞ്ഞാൽ എന്താ? കളിക്കും. ദേ എന്ന് പറഞ്ഞാൽ അവർ. ടുഗദർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച്. അപ്പം റിത്തുവും ആമിയും നിലുവും ഇമയും ഒക്കെ ഫ്രണ്ട്സാണ്. അവർ ഒരുമിച്ച് നടക്കും. അതുപോലെ തന്നെ ദേ പ്ലേ ടുഗദർ. അവർ ഒരുമിച്ച് കളിക്കും. വാട്ട് ഡു ദേ ലൈക്ക് ടു ഡു? ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് വാട്ട് ഡു ദേ ലൈക്ക് ടു ഡു? അവർ എന്ത് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത് എന്നാണ് ചോദിക്കുന്നത്. റിത്തു, ഇമ, ആമി, നിലു ഒക്കെ ഉണ്ട്. ഇവരെന്ത് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത്? അവരെന്ത് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത്? ദേ ലൈക്ക് ടു വാക്ക് ആൻഡ് പ്ലേ ടുഗെദർ. അവർ ഒരുമിച്ച് നടക്കാനും. ദേ ലൈക്ക് ടു, അവർ ഇഷ്ടപ്പെടുന്നു. വാക്ക് ആൻഡ് പ്ലേ ടുഗെദർ, ഒരുമിച്ച് നടക്കാനും ഒരുമിച്ച് കളിക്കാനും ഇഷ്ടപ്പെടുന്നു. വാക്ക് എന്ന് പറഞ്ഞാൽ നടക്കാനും, അതുപോലെ തന്നെ പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കാനും, ടുഗെദർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച്. അപ്പം ഇവർ ഒരുമിച്ച് നടക്കാനും കളിക്കാനും ഇഷ്ടപ്പെടുന്നു. അപ്പോൾ നമ്മുടെ എന്താ ചോദിച്ചത്? വാട്ട് ഡു ദേ ലൈക്ക് ടു ഡു? ഇവരെന്ത് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പം അവർ ഒരുമിച്ച് ദേ ലൈക്ക് ടു വാക്ക് ആൻഡ് പ്ലേ ടുഗെദർ. അവർ ഒരുമിച്ച് നടക്കാനും അതുപോലെ തന്നെ കളിക്കാനും ഇഷ്ടപ്പെടുന്നു.
ാണ് നമ്മുടെ കൂട്ടുകാരെല്ലാവരും ഈ 4 കൂട്ടുകാരും എന്ത് ചെയ്തു അവിടുന്ന് ഓടി ഓടി കളിക്കുകയാണ്. കളിക്കുന്ന സമയത്ത് അവിടെ മഴ പെയ്തു. അങ്ങനെ ഒരാൾ എന്ത് ചെയ്തു വെള്ളത്തിൽ പോയിട്ട് ചാടി കളിക്കുകയാണ്. എന്നിട്ട് അവർ പറയാണ് അവർ ടീം ഈസ് റെയിൻ, ഞങ്ങളുടെ ടീമിൻ്റെ പേരെന്താണ് മഴ എന്നാണ്. അവർ ടീം എന്ന് പറഞ്ഞാൽ എന്താ, ഞങ്ങളുടെ ടീം ഈസ് റെയിൻ, റെയിൻ ആണ് ഞങ്ങളുടെ ടീം, അതായത് ഞങ്ങളുടെ ടീമിൻ്റെ പേര് റെയിൻ എന്നാണ് പറയുന്നത്. വി ആർ ഇൻ ദി റെയിൻ, ഞങ്ങൾ മഴയത്താണ്, ഞങ്ങൾ മഴയത്ത് കളിക്കുകയാണ് എന്നാണ് പറയുന്നത്. വി ആർ ഇൻ ദി റെയിൻ, വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ, വി വരുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ കൂടെ ഈസ് അല്ല ഉപയോഗിക്കുക, ആറാണ് ഉപയോഗിക്കുക. അപ്പം വി ആർ ഇൻ ദി റെയിൻ, ഞങ്ങൾ മഴയത്താണ്. വി ലവ് പ്ലേയിങ് ഇൻ ദി റെയിൻ, ഞങ്ങൾക്ക് മഴയത്ത് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ വി ലവ് എന്ന് പറഞ്ഞാൽ എന്താ, ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു. പ്ലേയിങ് ഇൻ ദി റെയിൻ, മഴയത്ത് കളിക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു. വി ലവ് ഡാൻസിങ് ഇൻ ദി റെയിൻ, ഞങ്ങൾക്ക് മഴയത്ത് ഡാൻസ് ചെയ്യാനും ഇഷ്ടമാണ്. ഡു യു ലൈക്ക് പ്ലേയിങ് ഇൻ ദി റെയിൻ, നിങ്ങൾക്ക് മഴയത്ത് കളിക്കാൻ ഇഷ്ടമാണോ എന്നാണ് ചോദിക്കുന്നത്. ഇഷ്ടമാണോ, നിങ്ങൾക്ക് ഇഷ്ടമാണോ, നിങ്ങൾക്ക് ഇഷ്ടമല്ലേ മഴയത്ത് കളിക്കാൻ? നിങ്ങളുടെ ഉമ്മ സമ്മതിക്കുമോ അറിയൂല, പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമാണ് അല്ലേ കളിക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്നുകൂടെ പറഞ്ഞു വെക്കാം. അവർ ടീം ഈസ് റെയിൻ, വി ആർ ഇൻ ദി റെയിൻ, വി ലവ് പ്ലേയിങ് ഇൻ ദി റെയിൻ, വി ലവ് ഡാൻസിങ് ഇൻ ദി റെയിൻ. അവർ ടീം ഈസ് റെയിൻ എന്ന് പറഞ്ഞാൽ എന്താ, ഞങ്ങളുടെ ടീമിൻ്റെ പേര് റെയിൻ, മഴ എന്നാണ്. വി ആർ ഇൻ ദി റെയിൻ, ഞങ്ങൾ മഴയത്താണ്. വി ലവ് പ്ലേയിങ് ഇൻ ദി റെയിൻ, ഞങ്ങൾക്ക് മഴയത്ത് കളിക്കാൻ ഇഷ്ടമാണ്. വി ലവ് ഡാൻസിങ് ഇൻ ദി റെയിൻ, ഞങ്ങൾക്ക് മഴയത്ത് ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണ്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ദേ ചേസ് ബട്ടർഫ്ലൈസ്, ഈസ് ഇറ്റ് ഫൺ? അവർ ബട്ടർഫ്ലൈസിൻ്റെ പിറകെ പോവാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ മഴയത്ത് കളിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരുമിച്ച് കയ്യും പിടിച്ച് നടക്കുന്നുണ്ട്. പിന്നെയോ അവർ ബട്ടർഫ്ലൈസിൻ്റെ ബാക്കിൽ പോകുന്നുണ്ട്. ഇവരെന്ത് ചെയ്യുന്നു, ബട്ടർഫ്ലൈസിനെ പിടിക്കാൻ, പൂമ്പാറ്റയെ പിടിക്കാൻ പോകുന്നുണ്ട്. ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞാൽ എന്താ, പൂമ്പാറ്റ. അപ്പോൾ പൂമ്പാറ്റയെ പിടിക്കാൻ അവർ പോകുന്നുണ്ട്. ഈസ് ഇറ്റ് ഫൺ? അത് ഫണ്ണല്ലേ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ ബട്ടർഫ്ലൈസിനെ പിടിക്കുന്നത്? അതെ അല്ലേ. ബട്ടർഫ്ലൈസിൻ്റെ പിന്നാലെ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? അതെ അല്ലേ. ബട്ട് ദി ബട്ടർഫ്ലൈസ് ലവ് ദം, പക്ഷേ ബട്ടർഫ്ലൈസിന് എന്താണ്, അവരെ ഭയങ്കര ഇഷ്ടമാണ് എന്നാണ് പറയുന്നത്. ദേ ചേസ് ബട്ടർഫ്ലൈസ്, ഇറ്റ് ഈസ് ഫൺ എന്നല്ലേ എന്നാണ് ചോദിക്കുന്നത്. ബട്ട് ദി ബട്ടർഫ്ലൈസ് ലവ് ദം, ബട്ടർഫ്ലൈസിന് അവരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബട്ടർഫ്ലൈസും അവരുടെ കൂടെ കളിക്കും. ഹാവ് യു എവർ ചേസ്ഡ് എ ബട്ടർഫ്ലൈ? നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ബട്ടർഫ്ലൈൻ്റെ പിന്നാലെ പോയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ പോയിട്ടുണ്ടല്ലേ, നിങ്ങൾക്ക് ഇഷ്ടമല്ലേ ബട്ടർഫ്ലൈൻ്റെ കൂടെ കളിക്കാൻ? ഇനി പോകാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ബട്ടർഫ്ലൈനെ കാണുമ്പോൾ എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ കളിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഓക്കെ. ആർ ദർ ബട്ടർഫ്ലൈസ് ഇൻ യുവർ ഗാർഡൻ? അപ്പം നിങ്ങളെ വീട്ടിലെ പൂന്തോട്ടത്തിൽ ബട്ടർഫ്ലൈസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ബട്ടർഫ്ലൈസ് ഉണ്ടോ? ഉണ്ടാവും അല്ലേ. ദേ ഹാവ് എ ബൈസിക്കിൾ. ഇനി എന്താ പറയുന്നത്, അവർ ആദ്യം എന്ത് ചെയ്തു, കൈപിടിച്ച് നടന്നു, പിന്നെ അവർ മഴയത്ത് കളിച്ചു, പിന്നെ അവരെന്ത് ചെയ്തു, പൂമ്പാറ്റേൻ്റെ കൂടെ പോയി. പിന്നെയോ ദേ ഹാവ് എ ബൈസിക്കിൾ, അവർക്ക് എന്തുണ്ട്, ഹാവ് എന്ന് പറഞ്ഞാൽ എന്താ, ഉണ്ട് എന്നാണ്. എ ബൈസിക്കിൾ എന്തുണ്ട്, അവർക്കൊരു ബൈസിക്കിൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ദെയർ ബൈസിക്കിൾ ഈസ് സൂപ്പർ, അവരുടെ ബൈസിക്കിൾ എന്താണ്, അടിപൊളിയാണ്. ഇറ്റ് മൂവ് അലോങ് ദി റോഡ്സ്, അതെന്ത് ചെയ്യും, റോഡിലൂടെ അവർ ഓടിക്കും എന്നാണ് പറയുന്നത്. മൂവ് ചെയ്യും എന്നാണ്, ചലിക്കും എന്നാണ് പറയുന്നത്. ഇറ്റ് മൂവ് ഓവർ ദി ഗ്രാസ്, അത് പിന്നെ ഏതിലൂടെയും മൂവ് ചെയ്യും, ഗ്രാസിൻ്റെ മേലെ കൂടെയും മൂവ് ചെയ്യും. സംടൈംസ് ദി ബൈസിക്കിൾ ഫ്ലൈസ്, ചില സമയത്ത് എന്ത് ചെയ്യും, ആ ബൈസിക്കിൾ ഇങ്ങനെ പറക്കും. നിങ്ങൾ പറത്തിച്ച് വിടലില്ലേ ബൈസിക്കിൾ, സൈക്കിളിൽ കയറിയിട്ട് ഇങ്ങനെ സ്പീഡിൽ വിടലില്ലേ റോട്ടിലൂടെ, അതുപോലെ തന്നെ പുല്ലുമ്മക്കൂടെ, അതുപോലെ തന്നെ കയറ്റത്തുനിന്ന് ഇറങ്ങുമ്പോൾ ഒക്കെ നിങ്ങൾ നല്ല സ്പീഡിൽ വിടലില്ലേ, അതാണ് പറയുന്നത്. സംടൈംസ് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ദി ബൈസിക്കിൾ ഫ്ലൈസ്, ബൈസിക്കിൾ എന്ത് ചെയ്യും, പറക്കും എന്നാണ് പറയുന്നത്.
ക്യാൻ യു റൈഡ് എ ബൈസിക്കിൾ? നിങ്ങൾ ബൈസിക്കിൾ ഓടിക്കാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ബൈസിക്കിൾ ഓടിക്കാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. ക്യാൻ എന്ന് പറഞ്ഞാൽ എന്താ? കഴിയുമോ. യു നിങ്ങൾക്ക് റൈഡ് എ ബൈസിക്കിൾ, ഒരു ബൈസിക്കിൾ ഓടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ദേ ഹാവ് എ ബൈസിക്കിൾ എന്ന് പറഞ്ഞാൽ അവർക്ക്, ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ട്, എ ബൈസിക്കിൾ ഒരു ബൈസിക്കിൾ ഉണ്ട്. ദെയർ ബൈസിക്കിൾ ഈസ് സൂപ്പർ, അവരുടെ ബൈസിക്കിൾ സൂപ്പറാണ്. ഇറ്റ് മൂവ് അലോങ് ദി റോഡ്സ്, അതെന്ത് ചെയ്യും? റോഡിലൂടെ മൂവ് ചെയ്യും. ഇറ്റ് മൂവ് ഓവർ ദി ഗ്രാസ്, അത് പുല്ലിൻ്റെ മേലെ കൂടെയും മൂവ് ചെയ്യും. സംടൈംസ് ദി ബൈസിക്കിൾസ് ഫ്ലൈ, ചില സമയത്ത് ബൈസിക്കിൾസ് എന്ത് ചെയ്യും? പറക്കുന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഇവിടെ കുറച്ച് പട്ടം കാണാം അല്ലേ? അപ്പോൾ പട്ടത്തുമ്മൽ RAIN എന്നൊക്കെ എഴുതിയാണ്. 6 എന്ന് പറഞ്ഞാൽ എന്താണ്? 6 എന്ന് പറഞ്ഞാൽ റിത്തുവിൻ്റെ പട്ടാണ്. A എന്ന് പറഞ്ഞാൽ ആമീൻ്റെ പട്ടാണ്. I എന്ന് പറഞ്ഞാൽ ഇമൻ്റെ പട്ടാണ്. N എന്ന് പറഞ്ഞാൽ നിലുവിൻ്റെ പട്ടാണ് അല്ലേ? അപ്പോൾ ഇവിടെ 4 പട്ടങ്ങളുണ്ട്. അപ്പോൾ അവർ ഇനി പട്ടം പറപ്പിക്കാൻ പോവാണ്. നിങ്ങൾ പട്ടം പറപ്പിക്കലില്ലേ? ബീച്ചിലൊക്കെ പോകുമ്പോൾ പട്ടമൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾ പറപ്പിക്കലില്ലേ? അതുപോലെ ഇവരും പട്ടം പറപ്പിക്കുകയാണ്. ഹൂസ് കൈറ്റ് ഈസ് ഫ്ലൈ ഹൈ, ഹൂസ് കൈറ്റ് ഈസ് ഫ്ലൈയിങ് ഹൈ. ഹൂസ് എന്ന് പറഞ്ഞാൽ ആരുടെ, കൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പട്ടം, ഈസ് ഫ്ലൈയിങ് ഹൈ, അതായത് ആരുടെ പട്ടമാണ് ഏറ്റവും കൂടുതൽ പറന്നത് എന്നാണ് ചോദിക്കുന്നത്. നല്ല പൊക്കത്തിൽ ആരുടെ പട്ടാണ് പറക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഹൗ ഡു യു നോ ദാറ്റ്? എങ്ങനെയാണ് നിങ്ങൾക്കത് മനസ്സിലായത് എന്നാണ് ചോദിച്ചത്. ആരുടെ പട്ടാണ് ഫ്ലൈയിങ് ഹൈ, കൂടുതൽ പൊക്കത്തിൽ പറന്നത് ആരതാണ്? A എന്ന് എഴുതിയിട്ടുള്ള പട്ടാണ് അല്ലേ കൂടുതൽ പൊക്കത്തിൽ പറഞ്ഞത്. അപ്പം A എന്ന് പറഞ്ഞാൽ എന്താണ്? ആമിയുടെ പട്ടാണ് എന്ത്? AMI എന്നല്ലേ ആമി എന്ന് എഴുതുക. അപ്പം ആമിയുടെ പട്ടാണ് ഏത്? A. അപ്പം ആമിയുടെ പട്ടാണ് നല്ല പൊക്കത്തിൽ പറന്നത്. ഹൗ ഡു യു നോ ദാറ്റ്? നിങ്ങൾക്ക് എങ്ങനെയാണ് അത് മനസ്സിലായത്? കാരണം അതിലെന്ത് എഴുതിയിട്ടുണ്ട്? A എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? അപ്പം പിന്നെ അതാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ അത് ആമിയുടെ പട്ടാണ് ഏറ്റവും പൊക്കത്തിൽ പറന്നത്. ഇനി അടുത്തത് എന്താണ്? ഇവർ മരക്കൊമ്പിൽ കയറാൻ നോക്കുകയാണ് അല്ലേ? മരത്തിൽ കയറാൻ നോക്കുകയാണ്. എന്നിട്ട് സൂര്യനെ പിടിക്കാൻ നോക്കുകയാണ്. സൂര്യനെ നമുക്ക് പിടിക്കാനൊന്നും കഴിയില്ല, പക്ഷെ നമ്മുടെ കൈയൊക്കെ വെച്ചിട്ട് നമ്മൾ സൂര്യൻ്റെ നേരെ ഇങ്ങനെ ബീച്ചിലൊക്കെ പോകുമ്പോൾ നമ്മൾ ചെയ്യില്ലേ? സൂര്യൻ്റെ നേരെ കൈയൊക്കെ വെച്ചിട്ട് സൂര്യനെ നമ്മളെ കൈയിൻ്റെ ഉള്ളിലാന്നൊക്കെ പറയൂലേ നമ്മൾ? അതുപോലെ ഇവരും കളിക്കുകയാണ്. മരത്തിൻ്റെ മേലെ കയറിയിട്ട് സൂര്യനെ ഇങ്ങനെ കൈയിൻ്റെ താഴെ പോലെ വെച്ചിട്ട് കളിക്കുകയാണ് അവർ. നിങ്ങളും ഇങ്ങനെയൊക്കെ കളിക്കാറില്ലേ? ദി ടീം റെയിൻ ലൈക്ക് ടു ക്ലൈംബ് ട്രീസ്. അപ്പോൾ ടീം റെയിനിലുള്ള ആൾക്കാരാണ് ആരൊക്കെ? നിലുണ്ട്, ഇമണ്ട്, അതുപോലെ തന്നെ ആമിയുണ്ട്, പിന്നെയോ റിത്തുണ്ട്. അപ്പം ഈ ടീം റെയിനിലുള്ള ഈ കുട്ടികൾക്ക് എന്തിഷ്ടമാണ് എന്നാണ് പറയുന്നത്? മരം കയറാൻ ഇഷ്ടമാണ് എന്നാണ് പറയുന്നത്. ദി ടീം റെയിൻ ലൈക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ ഇഷ്ടപ്പെടുന്നു. ടു ക്ലൈംബ് ട്രീസ്, മരം കയറാൻ ഇഷ്ടപ്പെടുന്നു. ലുക്ക് നിലു, ഹിയർ ഈസ് മാംഗോ. നിലു ഇവിടെ നോക്കൂ, ഹിയർ ഈസ് മാംഗോ, ഇവിടെ മാങ്ങ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇത് ആരാ പറയുന്നത്? റിത്തു ആണ് പറയുന്നത്. റിത്തു സെയ്ഡ്, റിത്തു പറഞ്ഞു. ലുക്ക് നിലു, നിലു ഇവിടെ നോക്കൂ, ഹിയർ ഈസ് എ മാംഗോ, ഇവിടെ ഒരു മാങ്ങയുണ്ട്. ലുക്ക് ദി സൺ ഈസ് ഇൻ മൈ ഹാൻഡ് സെയ്ഡ് ആമി. അപ്പോൾ ആമീൻ്റെ പണി എന്താ? അപ്പോൾ ആമി എന്താ ചെയ്യുന്നത്? മരത്തിൽ കയറിയിട്ട് സണ്ണിൻ്റെ നേരെ താഴെ കൈ വെച്ചിട്ട് സണ്ണ് അവളുടെ കൈയിൻ്റെ മേലെ ആണ് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലുക്ക് ഇവിടെ നോക്കൂ, ദി സൺ എന്ന് പറഞ്ഞാൽ എന്താ? സൂര്യൻ. ഈസ് ഇൻ മൈ ഹാൻഡ്, ദി സൺ എന്ന് പറഞ്ഞാൽ എന്താ? സൂര്യൻ. ഈസ് ഇൻ മൈ ഹാൻഡ്, എൻ്റെ കയ്യിലാണ് എന്തുള്ളത്? സൂര്യനുള്ളത് എന്നാണ് ആര് പറയുന്നത്? ആമി പറയുന്നത്. ഹേയ് ഐ ക്യാൻ സീ ദി ഹിൽ, ഇമ ഷൗട്ടഡ്. അപ്പോൾ ഇമ എന്ത് പറയാണ്? മരത്തത് ഇങ്ങനെ തൂങ്ങി കിടന്നിട്ട് ഇമ എന്താ പറയുന്നത്? എനിക്ക് മല കാണാം എന്നാണ് ഇമ പറയണത്. അപ്പം ഇവരൊക്കെ ഓരോ പ്രവൃത്തികൾ ചെയ്യാണ്. ഐ ക്യാൻ സീ എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് കാണാൻ കഴിയും. ദി ഹിൽ, ക്യാൻ എന്ന് പറഞ്ഞാൽ എന്താ? കഴിയും. സീ എന്ന് പറഞ്ഞാൽ കാണാൻ. ദി ഹിൽ, ഹിൽ എന്ന് പറഞ്ഞാൽ എന്താ? കുന്ന് അല്ലെ മലകൾ കാണാൻ കഴിയും എന്നാണ് പറയുന്നത്. ആരാണത് പറഞ്ഞത്? ഇമ ഷൗട്ടഡ്, ഇമയാണത് വിളിച്ച് പറയുന്നത്. ഇനി അടുത്തത് എന്താ? അവരെല്ലാവരും ആ മരത്തിൽ കയറിയിട്ട് നിൽക്കുകയാണ്. 3 പേര്. ഒരാളെന്താ ചെയ്യുന്നത്? മരത്തിൽ നിന്ന് തൂങ്ങി നിൽക്കുകയാണ് അല്ലേ? അപ്പോൾ ദി ടീം റെയിൻ ഈസ് ഓൺ എ ട്രീ. അപ്പോൾ
ടീം റെയിൻ ഇപ്പോൾ എവിടെയാണുള്ളത്? ഒരു മരത്തിൻ്റെ മേലെയാണ് ഉള്ളത്. ലുക്ക് ദർ ഈസ് എ റെയിൻബോ. എന്നിട്ട് റിത്തു സൈഡ്, എന്നിട്ട് റിത്തു പറയാണ് ആ മരത്തിൻ്റെ മേലെ നോക്കിയിട്ട് അവിടെ റെയിൻബോ ഉണ്ട് എന്നാണ് പറയുന്നത്. ലുക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നോക്കൂ. ദർ ഈസ് എ റെയിൻബോ. ദർ എന്ന് പറഞ്ഞാൽ അവിടെ, ഈസ് എ റെയിൻബോ, അവിടെ ഒരു റെയിൻബോ ഉണ്ട് എന്നാണ് പറയുന്നത്. ലെറ്റ് us ടച്ച് ഇറ്റ് സൈഡ് ആമി. അപ്പോൾ ആമി എന്താ പറയുന്നത്? നമുക്കത് പോയിട്ട് ടച്ച് ചെയ്യാന്നാണ് പറയുന്നത്. അപ്പോൾ ഇമ ചോദിക്കുകയാണ്, ആസ്ക്ഡ് ഇമ. ഇമ എന്താ ചോദിക്കുന്നത്? ആസ്ക്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ചോദിച്ചു. ഇമ എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ പേരാണ് ഇമ. ഇമ ചോദിച്ചു. ബട്ട് ഹൗ, എങ്ങനെയാണ് നമ്മളത്? പക്ഷേ എങ്ങനെയെന്നാണ് ആ കുട്ടി ചോദിക്കുന്നത്. ബട്ട് എന്താ? പക്ഷേ. ഹൗ, എങ്ങനെയാണ് നമുക്കത് ടച്ച് ചെയ്യാൻ പറ്റുക? ഇറ്റ് ഈസ് ഓൺ ദി ഹിൽ ടോപ്പ്. അത് ഹില്ലിൻ്റെ, അത് കുന്നിൻ്റെ മുകളിലാണ് എന്നാണ് ആര് പറയുന്നത്? നിലു പറയുന്നത്. കം ലെറ്റ് us ഗോ ദർ. വരൂ നമുക്ക് അവിടെ പോകാം എന്നാണ് ആര് പറയുന്നത്? സൈഡ് റിത്തു. റിത്തു പറയുന്നത് എന്താ? കം എന്ന് പറഞ്ഞാൽ എന്താ? വരൂ. ലെറ്റ് us ഗോ ദർ, നമുക്ക് അവിടെ പോകാം. അപ്പോൾ ഒന്നുകൂടെ പറയാം. ദി ടീം റെയിൻ ഈസ് ഓൺ എ ട്രീ. ടീം റെയിൻ എവിടെയാണുള്ളത്? മരത്തിന് മുകളിലാണ്. ലുക്ക് ദർ ഈസ് എ റെയിൻബോ. നോക്കൂ അവിടെ എന്തുണ്ട്? റെയിൻബോ ഉണ്ട്. ആരാ പറഞ്ഞത്? റിത്തു സൈഡ്. റിത്തു സൈഡ് എന്ന് പറഞ്ഞാൽ റിത്തു പറഞ്ഞു. ലെറ്റ് us ടച്ച് ഇറ്റ്. നമുക്കത് തൊട്ട് നോക്കാം എന്നാണ് പറയുന്നത്. ആരാ പറഞ്ഞത്? ആമി. സൈഡ് ആമി. ബട്ട് ഹൗ, എങ്ങനെയാണ് നമ്മളത് തൊടുക? അതാരാ ചോദിച്ചത്? ആസ്ക്ഡ് ഇമ. ഇമ ചോദിച്ചു. ഇറ്റ് ഈസ് ഓൺ ദി ഹിൽ ടോപ്പ്. അത് ആ മലക്ക് മുകളിലാണ് എന്നാണ് പറയുന്നത്. ആരാ പറഞ്ഞത്? നിലു ആണ് പറഞ്ഞത്. കം ലെറ്റ് us ഗോ ദർ. വരൂ നമുക്ക് അവിടെ പോകാം. അതാരാ പറഞ്ഞത്? റിത്തു. സൈഡ് റിത്തു. ഈസ് ദി റെയിൻബോ റിയലി ഓൺ ദി ഹിൽ? അപ്പം നമ്മളോട് ചോദിക്കുകയാണ്, ഈ റെയിൻബോ ശരിക്കും ഹില്ലിലാണോ, അതായത് ആ ഒരു കുന്നിൻ്റെ മുകളിലാണോ റെയിൻബോ ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. അല്ലല്ലേ? നോ. റെയിൻബോ എവിടെയാണുള്ളത് ശരിക്ക്? റെയിൻബോ നമ്മൾ കാണുന്നത് സൂര്യന് ഓപ്പോസിറ്റായിട്ട്, സൂര്യന് എതിർവശത്തായിട്ട് ആകാശത്താണ് നമ്മൾ എന്ത് കാണുന്നത്? റെയിൻബോ കാണുന്നത്. റെയിൻബോ കാണണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ വേണം? സണ്ണും വേണം, അതുപോലെ തന്നെ എന്ത് വേണം? മഴത്തുള്ളികളും വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് കാണാൻ പറ്റുള്ളൂ? റെയിൻബോ കാണാൻ പറ്റുള്ളൂ. ഇനി അടുത്തത്, ക്ലൈംബ് അപ്പ് ദി ഹിൽ, ടച്ച് ദി റെയിൻബോ, ലെറ്റ് us sit on it. Let us sit on it. Let us sit on it and we can sing a song. Climb up the hill എന്ന് പറഞ്ഞാൽ എന്താ? ആ കുന്നിൻ്റെ മേലേക്ക് കയറാം എന്നാണ് പറയുന്നത്. ക്ലൈംബ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? മേലേക്ക് കയറുക. ദി ഹിൽ, ആ കുന്നിൻ്റെ. ടച്ച് ദി റെയിൻബോ. ടച്ച് ദി റെയിൻബോ എന്ന് പറഞ്ഞാൽ എന്താ? ആ മഴവില്ലിനെ നമുക്ക് തൊടാം എന്നാണ് പറയുന്നത്. ടച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ടച്ച് എന്ന് പറഞ്ഞാൽ തൊടുക. റെയിൻബോ, മഴവില്ലിനെ തൊടാം. ലെറ്റ് us സിറ്റ് ഓൺ ഇറ്റ്. എന്നിട്ട് എന്ത് ചെയ്യുക? അതിൽ കയറി ഇരിക്കാം. ലെറ്റ് us സിറ്റ് ഓൺ ഇറ്റ്. അതിൽ കയറി ഇരിക്കാം. പിന്നെയും പറയാണ്, ലെറ്റ് us സിറ്റ് ഓൺ ഇറ്റ്. അതിൽ കയറി ഇരിക്കാം. ആൻഡ് വി ക്യാൻ സിങ് എ സോങ്. ആൻഡ് വി ക്യാൻ സിങ് എ സോങ് എന്ന് പറഞ്ഞാൽ എന്താ? എന്നിട്ട് നമുക്കൊരു പാട്ട് പാടാം എന്നാണ് പറയുന്നത്. സിങ് എന്ന് പറഞ്ഞാൽ എന്താ? പാടാം. എ സോങ്, ഒരു പാട്ട് പാടാം കഴിയും എന്നാണ് പറയുന്നത്. വി ക്യാൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കഴിയും. സിങ് എ സോങ്, ഒരു പാട്ട് പാടാൻ കഴിയും എന്നാണ് പറയുന്നത്. ഇനി നമ്മോട് ചോദിക്കുകയാണ്, ക്യാൻ ദി ടീം റെയിൻ ടച്ച് ദി റെയിൻബോ? ഈ ടീം റെയിനിന് റെയിൻബോ ടച്ച് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. പറ്റൂല അല്ലേ? റെയിൻബോ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നോ. ലുക്ക് അറ്റ് ദി റെയിൻബോ, it is round in shape. It is a circle, a big circle of colors, a colorful circle in the sky. Look at the rainbow എന്ന് പറഞ്ഞാൽ എന്താ? റെയിൻബോയിലേക്ക് നോക്കൂ എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ റൗണ്ട് ഇൻ ഷേപ്പ്. ഇറ്റ് ഈസ് റൗണ്ട് ഇൻ ഷേപ്പ്. അതിൻ്റെ ഷേപ്പ് എന്താണ്? റൗണ്ടാണ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എന്ന് പറഞ്ഞാൽ അത് റൗണ്ട് ഇൻ ഷേപ്പ്. റൗണ്ട് ഇതിൻ്റെ ഷേപ്പ് റൗണ്ടാണ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ സർക്കിൾ. അതെന്താണ്? ഇങ്ങനെ റൗണ്ട് ഷേപ്പുള്ളതിനെയാണ് നമ്മൾ എന്താ പറയുക? സർക്കിൾ എന്ന് പറയുക. എ ബിഗ് സർക്കിൾ ഓഫ് കളേഴ്സ്. അപ്പോൾ കുറേ കളേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു ബിഗ് വട്ടാണ് എന്നാണ് പറയുന്നത്. ദി കളർഫുൾ സർക്കിൾ ഇൻ ദി സ്കൈ. അപ്പോൾ ഒരു
കളർഫുൾ സർക്കിൾ, എ കളർഫുൾ സർക്കിൾ ഇൻ ദി സ്കൈ. അപ്പോൾ ആകാശത്തുള്ള ഒരു കളർഫുൾ സർക്കിളാണ് എന്തെന്നാണ് പറയുന്നത്, റെയിൻബോ എന്നാണ് ഇവർ പറയുന്നത്. ഹാവ് യു സീ എ റെയിൻബോ ആസ് എ സർക്കിൾ, ഹാവ് യു സീൻ എ റെയിൻബോ ആസ് എ സർക്കിൾ. അപ്പം നിങ്ങൾ റെയിൻബോനെ ഒരു സർക്കിളായിട്ട് കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? Let us touch it, come on cube, jump up, 1, 2, 3. Let us touch it, come on cube, jump up, 1, 2, 3. എന്നിട്ട് പറയാണ് ലെറ്റ് us touch it. ലെറ്റ് us touch it എന്ന് പറഞ്ഞാൽ എന്താ? വരൂ നമുക്കതിനെ ടച്ച് ചെയ്യാം എന്നാണ് പറയുന്നത്. കം ഓൺ ക്യൂക്ക്, കം ഓൺ എന്ന് പറഞ്ഞാൽ എന്താ? വരൂ. ക്യുക്ക്, പെട്ടെന്ന് വരൂ എന്നാണ് പറയുന്നത്. ജംപ് അപ്പ്, അപ്പ്, മേലേക്ക് ചാടൂ എന്നാണ് പറയുന്നത്. 1, 2, 3 എന്നിട്ട് ഒരു 1, 2, 3 എന്ന് പറഞ്ഞിട്ട് എന്താണ്? മേലേക്ക് ചാടുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ആ റെയിൻബോ തൊടാൻ വേണ്ടിയിട്ട്. വിൽ ദേ ടച്ച് ദി റെയിൻബോ? അവർ ആ റെയിൻബോ തൊടുമോ എന്നാണ് ചോദിക്കുന്നത്. വി ഗോട്ട് എ റിംഗ്, ദി കളർഫുൾ റിംഗ്, കം സ്വിങ് ഓൺ ഇറ്റ്, ലെറ്റ്സ് സിങ് എ സോങ്, സ്വിങ് സ്വിങ് സ്വിങ്, സിങ് സിങ് സിങ്, വി ഗോട്ട് എ റിംഗ്, ഇറ്റ് ഈസ് എ പ്രെറ്റി തിങ്. എന്ന് പറഞ്ഞാൽ എന്താ? വി ഗോട്ട് എ റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങൾക്കൊരു റിങ് കിട്ടി എന്നാണ് പറയുന്നത്. ഗോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങൾക്ക് കിട്ടി. എ കളർഫുൾ റിംഗ്, ഒരു കളർഫുൾ ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കളറുള്ള ഒരു റിങ് കിട്ടി എന്നാണ് പറയുന്നത്. കം സ്വിങ് ഓൺ ഇറ്റ്, വരൂ നമുക്കതിലെന്ത് ചെയ്യാം? ആടാം എന്നാണ് പറയുന്നത്. സിങ് എന്ന് പറഞ്ഞാൽ എന്താ? ആടാം. ലെറ്റ്സ് സിങ് എ സോങ്, എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു പാട്ടും പാടാന്നാണ് പറയുന്നത്. ആടിയോണ്ട് പാട്ട് പാടാന്നാണ് പറയുന്നത്. സ്വിങ് എന്ന് പറഞ്ഞാൽ എന്താ? ആടുക. സിങ്, SWING എന്ന് പറഞ്ഞാൽ ആടുക. SING എന്ന് പറഞ്ഞാൽ എന്താ? പാടുക. അപ്പം മാറിപ്പോകരുത്. സ്വിങ് സ്വിങ് സ്വിങ്, സ്വിങ് സിങ് സിങ് എന്ന് പറഞ്ഞാൽ എന്താ? ആടുക ആടുക ആടുക. സിങ് സിങ് സിങ്, എന്നിട്ട് എന്ത് ചെയ്യുക? പാടുക പാടുക പാടുക. വി ഗോട്ട് എ റിംഗ്, നമുക്ക് എന്ത് കിട്ടി? ഒരു റിങ് കിട്ടി. ഇറ്റ് ഈസ് എ പ്രെറ്റി തിങ്, അതെന്താണ്? വളരെ മനോഹരമായ ഒരു കാര്യമാണ് എന്നാണ് പറയുന്നത്. ഡു യു സിങ് വെൻ യു സിങ്, അപ്പം നിങ്ങൾ ആടുന്ന സമയത്ത് നിങ്ങൾ പാട്ട് പാടലുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം നിങ്ങൾ ഊഞ്ഞാലൊക്കെ ആടലില്ലേ? ആ സമയത്ത് നിങ്ങൾ പാട്ട് പാടാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പാട്ട് പാടലുണ്ട് അല്ലേ? യെസ്. സ്നാപ്പ്, ദി റിംഗ് ബ്രോക്ക്, സം പീസസ് ഫെൽ ഡൗൺ. എന്താണ്? റിങ് എന്ത് ചെയ്തു? പൊട്ടി. ചില പീസസ് എന്ത് ചെയ്തു? താഴെ വീണു. വാട്ട് ഹാപ്പൻ ടു ദി പീസസ്, ആ പീസസിന് എന്താ സംഭവിച്ചത് എന്നാണ് ചോദിക്കുന്നത്. ആ പീസസ് എന്ത്? അപ്പോൾ ഒന്നുകൂടെ പറയാം. ദി ഫാളൻ പീസസ് ടേൺ ഇൻ ടു ഫ്ലവേഴ്സ്. ഫാളൻ പീസസ് എന്ന് പറഞ്ഞാൽ ആ വീണിട്ടുള്ള പീസസ് ടേൺ ഇൻ ടു ഫ്ലവേഴ്സ്. എന്തായിട്ട് മാറി? ടേൺഡ് എന്ന് പറഞ്ഞാൽ എന്താ? മാറി. ഇൻ ടു ഫ്ലവേഴ്സ്, പൂക്കളായിട്ട് മാറി. ദി ഫ്ലവേഴ്സ് ഫിൽഡ് ദി വാലി, ആ ഫ്ലവേഴ്സ് എന്ത് ചെയ്തു? ആ താഴ്വര, വാലി എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു താഴ്വാരം, ആ ഒരു മലയുടെ താഴ്വാരം, മലയുടെ ആ ഒരു സൈഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? താഴ്വാരം എന്ന് പറയുന്നത്. ആ മലയുടെ താഴ്വാരം മൊത്തം എന്തായിട്ട് മാറി? എന്ത് വെച്ചിട്ട് ഫില്ല് ചെയ്തു? ഫ്ലവേഴ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്തു. ദി വാലി ബിക്കം കളർഫുൾ, അങ്ങനെ എന്ത് ചെയ്തു? ആ മലയുടെ താഴ്വാരം എന്തായിട്ട് മാറി? കളർഫുള്ളായിട്ട് മാറി. ഇനി നിങ്ങളോട് പറയാണ് നെയിം ദി പിക്ചേഴ്സ്. ഈ പിക്ചറിന് പേര്, ഈ പിക്ചറിൻ്റെ പേരുകൾ പറയാനാണ് നിങ്ങളോട് പറയുന്നത്. അപ്പം നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ എന്തൊക്കെ പേരാണ് വരിക. ഫസ്റ്റത്തെ എന്താണ്? ഫസ്റ്റിലത്താണ് എന്ത്? കൈറ്റ് അല്ലേ ഫസ്റ്റ് ഉള്ളത്? അതെ അല്ലേ? അപ്പം നമുക്കതെങ്ങനെ എഴുതാനാണല്ലേ പറയാം. കൈറ്റ് എന്ന് എങ്ങനെ എഴുതുക? KITE ആണ് എന്ത്? കൈറ്റ്. നമുക്ക് എങ്ങനെ എഴുതാം? KITE, കൈറ്റ്. പട്ടാണ് ഫസ്റ്റിലത്തെ. പട്ടത്തിന് പറയുന്ന പേരാണ് കൈറ്റ്. അടുത്തതാണ് ഏത്? സൺ. സൺ എന്ന് പറഞ്ഞാൽ എന്താ? സൂര്യൻ. SUN ആണ് എന്ത്? സണ്ണ്. അടുത്തത് എന്താ? ബൈസിക്കിൾ. BICYCLE എഴുതാം. എന്താണിത്? ബൈസിക്കിൾ. ഇനി അടുത്തത് എന്താണ്? ഇതിനെന്താ പറയുക? ഇത് മഴവില്ലാണ് അല്ലേ? അപ്പം
റെയിൻബോ ആണ് അടുത്തത്. അത് നമുക്ക് എങ്ങനെ എഴുതാം? RAINBOW റെയിൻബോ. ഇനി എഫ് ഫ്ലവറിന് എങ്ങനെ എഴുതുക? നിങ്ങളൊന്ന് പറഞ്ഞേ. FLOWER ഫ്ലവർ. ഇനി അടുത്തതാണ് എന്ത്? ട്രീ അല്ലേ? അടുത്തതാണ് ട്രീ. ട്രീന്ന് എങ്ങനെ എഴുതാം? ട്രീന്ന് എങ്ങനെ എഴുതുക എന്ന് പറഞ്ഞു നോക്കിയേ. TREE ട്രീ. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ ഇത് എഴുതി പഠിക്കണം കേട്ടോ, എക്സാമിന് ചോദിക്കും. അപ്പോൾ എഴുതി പഠിക്കാം. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ് ഏതൊക്കെ? കൈറ്റ്, സണ്ണ്, ബൈസിക്കിൾ. അപ്പോൾ കൈറ്റ് ഏതാണ്? കൈറ്റ് എന്ന് പറയുമ്പോൾ ഏതാണ്? ഇപ്പോൾ കൈറ്റ് ഇതാണ് കൈറ്റ്. പിന്നെയോ സണ്ണ്, ബൈസിക്കിൾ, റെയിൻബോ, ഫ്ലവർ, ട്രീ. ഇനി എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ. കൈറ്റ്, സണ്ണ്, ബൈസിക്കിൾ, റെയിൻബോ, ഫ്ലവർ, ട്രീ. ഒന്നുകൂടെ പറഞ്ഞേ. കൈറ്റ്, സണ്ണ്, ബൈസിക്കിൾ, റെയിൻബോ, ഫ്ലവർ, ട്രീ. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിച്ചത്. കൈറ്റ് എന്നെങ്ങനെ എഴുതുക? KITE SUN സണ്ണ്, SUN സണ്ണ്, SUN സണ്ണ്. അടുത്തത് ഏതാ? ബൈസിക്കിൾ. BI പറഞ്ഞു നോക്കൂ. BICYCLE ബൈസിക്കിൾ. BICYCLE ബൈസിക്കിൾ. BICYCLE ബൈസിക്കിൾ. അടുത്തതാണേത്? റെയിൻബോ. RAINBOW RAINBOW റെയിൻബോ. RAINBOW റെയിൻബോ. RAINBOW റെയിൻബോ. RAINBOW റെയിൻബോ. ഇതാണെന്ത്? ഫ്ലവേഴ്സ്. FLOWER ഫ്ലവേഴ്സ്. FLOWER ഫ്ലവേഴ്സ്. FLOWER ഫ്ലവർ. FLOWER ഫ്ലവർ. അടുത്തതാണേത്? ട്രീ. TREE ട്രീ. TREE ട്രീ. TREE ട്രീ. TREE ട്രീ. ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ഓക്കെ.